സ്വർണം 1 ലക്ഷം രൂപയ്ക്കും താഴെയായി. അപ്പോൾ ഇതാണോ സ്വർണം വാങ്ങാനുള്ള കറക്റ്റ് ടൈം? സ്വർണ്ണവില ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുറഞ്ഞു പോകുമോ അതോ പെട്ടെന്ന് അങ്ങ് കൂടുമോ? സാധാരണ മിഡിൽ ക്ലാസ് ആളുകളായ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർണത്തെ കുറിച്ച് ലോകരാജ്യങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അവസാനമായി സ്വർണ്ണവില 2 ലക്ഷം രൂപയിൽ എത്തുമോ അതോ 50,000-ൽ താഴെ എത്തുമോ? ഇങ്ങനെ സ്വർണത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ കഴിയും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ 4 മാസത്തെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 23% ഉയർന്നിരിക്കുകയാണ്. എന്തിനു പറയണം, 10 ദിവസത്തിന് മുന്നേ വരെ 10 ഗ്രാം സ്വർണത്തിന് 1 ലക്ഷം രൂപ നൽകേണ്ട അവസ്ഥയായിരുന്നു. ചിലർ പറയുന്നത് സ്വർണത്തിന്റെ വില കൂടി ഏകദേശം 2 ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് സ്വർണത്തിന്റെ വില കുറയാനാണ് സാധ്യത, ഏകദേശം 38% വരെ സ്വർണ്ണവില കുറയാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ ഒരു അവസ്ഥയിൽ സ്വർണം വാങ്ങണോ വേണ്ടയോ, അതോ കുറച്ചുകൂടി കാലം കാത്തിരുന്ന് ഒരു പക്ഷേ എങ്ങാനും സ്വർണത്തിന് വില കുറഞ്ഞാലോ കുറച്ചുകൂടെ നാൾ കാത്തിരുന്ന് അപ്പോൾ സ്വർണം വാങ്ങണോ? ഏതൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആ കാര്യത്തിന്റെ പഴയകാല ചരിത്രം മനസ്സിലാക്കണം. കുറെ കാലങ്ങളായി അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് വിലക്കയറ്റം വില കുറവ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മളപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഗോൾഡ് ഹിസ്റ്ററിയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഗോൾഡിന്റെ വിലയിലുണ്ടായ ഏറ്റക്കുറിച്ചിലുകൾ എങ്ങനെയാണ്, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനി സ്വർണ്ണവില കൂടാനാണോ കുറയാനാണോ സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഹിസ്റ്ററിയാണ്, ഗോൾഡിന്റെ ഹിസ്റ്ററിയാണ്. ഇപ്പോൾ നമ്മൾ 2012 കണക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 31,050 രൂപയാണ്. അതേ സ്വർണം തന്നെ 2005 നോക്കുകയാണെങ്കിൽ 7,000 രൂപയാണ്. അതേ സ്വർണം തന്നെ 1995 നോക്കുകയാണെങ്കിൽ 4,680 രൂപയാണ് ആ ഒരു സ്വർണത്തിന്റെ വിലയെ നമ്മൾ നൽകേണ്ടി വന്നത്. 1985 സ്വർണത്തിന്റെ വില 2,130 രൂപയാണ്. 1975 540 രൂപയാണ് സ്വർണത്തിന്റെ വില. 1965 71 രൂപയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും സ്വർണത്തിന്റെ വില കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1965 സ്വർണത്തിന്റെ വില 71 രൂപയാണെങ്കിൽ അതേ സ്വർണം 2012 31,050 രൂപയാണ് നമ്മൾ നൽകേണ്ടി വന്നത്. നമ്മൾ പറഞ്ഞു 2012 സ്വർണ്ണവില 31,050 രൂപയാണ്. അതേ സ്വർണം പക്ഷേ 2015 ആയപ്പോഴത്തേക്കും 26,347 രൂപയാണ്. അതായത് അവിടെ വില കുറയുകയാണ് ചെയ്തത്. 1965 മുതൽ ഈ ഒരു 2012 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണ്ണവില ഉയർന്നു വരുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ ഒരു 2012 31,050 രൂപ വരെ സ്വർണ്ണവില എത്തുകയും പക്ഷേ 2015 ആയപ്പോൾ സ്വർണ്ണവില നേരെ താഴോട്ടാണ് പോയത്. 26,343 രൂപ നമുക്ക് നൽകുമ്പോൾ ആ ഒരു സ്വർണം അതിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിച്ചു. പിന്നെ 2018 നോക്കുകയാണെങ്കിൽ വീണ്ടും സ്വർണ്ണവില ഉയരുകയാണ് ചെയ്തത്. 2015 26,343 രൂപ കൊടുത്താൽ മതിയാകും. പക്ഷെ 2018 ആകുമ്പോൾ അതേ സ്വർണം വാങ്ങാൻ നമ്മൾ 34,342 രൂപ നൽകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ ഒന്നും നോക്കണ്ട, 2019 മുതൽ സ്വർണത്തിന്റെ വില അങ്ങനെ കുത്തനെ കയറി പോവുകയായിരുന്നു. ഒരു താഴ്ചയുമില്ല. ഏകദേശം 2-3 രൂപ അല്ലെങ്കിൽ 100 രൂപ കുറയുകയാണെങ്കിൽ 1000 രൂപ 500 രൂപ വെച്ച് കൂടി ഒരു വലിയ കയറ്റമാണ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത്. ഇപ്പോൾ സ്വർണ്ണവില 1 ലക്ഷം വരെ എത്തിയിരിക്കുകയാണ്. അതായത് 75 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ സ്വർണത്തിന്റെ ആ ഒരു വിലക്കയറ്റത്തിന്റെ ഒരു മാറ്റം വളരെ വലുതാണ്. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില അതായത് 1 ലക്ഷത്തിൽ നിന്ന് കുറച്ച് താഴെ വന്നിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 2012 മുതൽ 2018 വരെയുള്ള ഈ ഒരു കാലയളവിൽ സ്വർണത്തിന്റെ വിലയ്ക്ക് വലിയൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. ഏകദേശം ചെറിയൊരു വേരിയേഷനിൽ ആ ഒരു 30,000 ഒരു 35,000 ഇടയിൽ തന്നെ ബാലൻസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് വലിയ വില നൽകി സ്വർണം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സ്വർണം വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇത്രയും വർഷത്തെ കാലഘട്ടത്തിലെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ സ്വർണ്ണവില ഉയർന്നു തന്നെയാണ് വരുന്നത്. ഒരു ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലഘട്ടത്തിൽ സ്റ്റാറ്റിക്കായി നിന്നെങ്കിലും അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് സ്വർണ്ണവിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ സ്വർണ്ണത്തെ കണക്കാക്കുന്നെങ്കിൽ ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2012 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ വിലയ്ക്ക് വലിയ രീതിയിലുള്ള വേരിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2018 സ്വർണത്തിന്റെ വില 34,342 രൂപയാണ്. അതേ സ്വർണം തന്നെ 2013 ആയപ്പോഴത്തേക്കും 29,600 രൂപയാണ്.
2014 ആയപ്പോഴത്തേക്കും ആ സ്വർണത്തിന്റെ വില 28,000 രൂപയാണ്. 2013 അപേക്ഷിച്ച് 2014 സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത്. 2015 നോക്കുകയാണെങ്കിൽ അവിടെയും സ്വർണ്ണവിലയ്ക്ക് ഇടിവാണ് ഉണ്ടായത്. 26,343 രൂപ കൊടുത്താൽ മതിയാകും. പക്ഷെ 2016 ആയപ്പോഴത്തേക്കും സ്വർണ്ണവില വീണ്ടും ഉയരുകയാണ് ചെയ്തത്. അത് വലിയ രീതിയിലുള്ള ഉയർച്ചയല്ല. 27,062 രൂപ കൊടുത്താൽ നമുക്ക് ആ ഒരു സ്വർണ്ണം വാങ്ങാമായിരുന്നു. 2017 ആയപ്പോഴേക്കും 30,000 രൂപയാണ്. അവിടെയും സ്വർണ്ണവില ഉയരുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് വെറും 4 മാസത്തിൽ 23% റിട്ടേൺ കൊടുക്കുന്ന ഒരു അസറ്റായി മാറിയിരിക്കുകയാണ് സ്വർണം. സ്വർണത്തിന്റെ വില എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഈ 2012 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ വില കയറ്റമോ താഴ്ചയോ ഉണ്ടായില്ല. ഒരു സ്റ്റാറ്റിക് രീതിയിൽ പോവുകയായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ സ്വർണ്ണവില വളരെ ഉയരത്തിൽ പോവുകയും ചില സമയങ്ങളിൽ സ്വർണ്ണവില വളരെ താഴെയും പോകുന്നുണ്ട്. ഇത്തരത്തിൽ സ്വർണ്ണവില ഉയർന്ന കുറെ വർഷങ്ങളുണ്ട്. അത് എപ്പോഴാണ് നമുക്ക് നോക്കാം. 2019 സ്വർണ്ണവില 39,108 രൂപയായിരുന്നു. 2020 സ്വർണത്തിന്റെ വില 50,000 രൂപയിലെത്തി. അതായത് 39 നിന്ന് 50 എന്നൊരു വലിയ ഉയർച്ചയിലെത്തി. പക്ഷേ 2021 നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില പിന്നെയും കുറയുകയാണ് ചെയ്തത്. 48,099 രൂപ നൽകിയാൽ നമുക്ക് ആ ഒരു സ്വർണ്ണം വാങ്ങാമായിരുന്നു. പക്ഷേ 2022 ആയപ്പോഴത്തേക്കും സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 55,017 രൂപയാണ് 2022 സ്വർണ്ണവില. 2023 സ്വർണ്ണവില വീണ്ടും ഉയർന്നു. അതായത് 2022 55,017 രൂപയായിരുന്നു. 2023 ആയപ്പോഴത്തേക്കും 63,203 രൂപയാണ് സ്വർണ്ണവിലയ്ക്ക് ഉണ്ടായത്. 2024 ആയപ്പോഴത്തേക്കും 78,245 രൂപയായി. 2025 ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം 1 ലക്ഷം എത്തിയിരിക്കുകയാണ്. 1,02,170 രൂപയ്ക്ക് നമ്മൾ സ്വർണ്ണം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ ഒരു ചാർട്ട്, ഈ ഒരു വർഷങ്ങളിലെ ഈ ഒരു കണക്കുകൾ വെച്ച് സ്വർണ്ണവില കുറയുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള താഴ്ച മാത്രമാണ് വരുന്നത്. പക്ഷേ ഉയരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം ഇപ്പോൾ സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈ ഒരു ട്രെൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വർണ്ണവില എങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ മറ്റു ചിലർ പറയുന്നുണ്ട് എത്രത്തോളം സ്വർണ്ണം ഉയരുന്നോ അത്രത്തോളം സ്വർണ്ണത്തിന്റെ വില കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിന്റെ വില ഇത്രത്തോളം ഉയരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഉക്രൈൻ വാറായിരിക്കാം ഇതിന്റെ കാരണം. അതുമല്ലെങ്കിൽ US-ലുള്ള ആ ഒരു ടാരിഫ്, അതുമല്ലെങ്കിൽ റിസഷൻ, ഇതൊക്കെ ആയിരിക്കും ഈ ഒരു സ്വർണ്ണവില ഉയരാനുള്ള കാരണം. ഇതിനെല്ലാം ഒരു അടിസ്ഥാന കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഭയം ഉണ്ടാകുന്നു. നമ്മുടെ കയ്യിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് ആളുകൾ അവരുടെ കയ്യിലെ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വർണ്ണത്തിലായിരിക്കും. അവരുടെ പണം നൽകി സ്വർണ്ണം വാങ്ങുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സ്വർണ്ണത്തിന്റെ വില ദിനംപ്രതി കൂടി വരികയാണ്. അപ്പോൾ ഈ പണത്തിന് അവർ സ്വർണ്ണം വാങ്ങുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇവർക്ക് ഈ സ്വർണ്ണം വിറ്റാൽ കൂടുതൽ പണം ലഭിക്കും എന്നൊരു ചിന്താഗതിയാണ് ആളുകളെ ഇത്തരത്തിൽ കൂടുതൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തിനു പറയുന്നു? രാജ്യങ്ങളിൽ തന്നെ അവരുടെ ഒരു അസറ്റായിട്ട് കണക്കാക്കുന്നത് സ്വർണ്ണത്തിനെയാണ്. 2008 ഗ്ലോബൽ റിസഷൻ വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും താഴോട്ട് പോയി, അതുപോലെ തന്നെ ഗോൾഡിന്റെ പ്രൈസും താഴോട്ട് പോയി. പക്ഷേ കുറെ കാലത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ 150% റിട്ടേൺസ് ആണ് അതിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതിനെല്ലാത്തിലും ഉപരി എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം 1990 ഉണ്ടായ പ്രശ്നത്തിൽ സ്വർണ്ണമാണ് ഇന്ത്യയെ രക്ഷിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ബാലൻസ് ഓഫ് ക്രൈസിസ് എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പല രാജ്യങ്ങളുമായി ഇമ്പോർട്ട് എക്സ്പോർട്ട് ബന്ധം നടത്തുന്നു. നമ്മൾ നമ്മുടെ സാധനങ്ങൾ മറ്റു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ സാധനം നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതിയും ചെയ്യുന്നു. പക്ഷെ ഒരു സമയത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഇന്ത്യ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഏകദേശം 47 ടൺ സ്വർണം എയറോപ്ലെയിൻ വഴി ബാങ്ക് ഓഫ് ലണ്ടനിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാനിലും കയറ്റുമതി ചെയ്തു. അങ്ങനെ ഈ രാജ്യങ്ങൾക്ക് സ്വർണം കയറ്റുമതി ചെയ്ത് അയക്കുകയും അവരിൽ നിന്ന് ഈ സ്വർണം വെച്ചിട്ട് കാശ് വേണമെന്ന് ആവശ്യപ്പെടുകയും ആ പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട പണമെല്ലാം കൊടുത്തു തീർത്ത് നമ്മളുടെ എക്കണോമിയെ തന്നെ ബാലൻസ് ചെയ്യാൻ സഹായിച്ച ഒരു അസറ്റാണ് ഗോൾഡ്. അപ്പോൾ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഈ ഒരു സ്വർണം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് മറ്റു രാജ്യങ്ങളിൽ സ്വർണത്തിന്റെ ആ ഒരു അസറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. USA എടുത്ത് നോക്കുകയാണെങ്കിൽ 8,133 ടൺ സ്വർണ്ണമാണ് അവരുടെ പക്കലുള്ളത്. അതുപോലെ തന്നെ ജർമ്മനി എടുത്ത് നോക്കുകയാണെങ്കിൽ 3,352 ടൺ സ്വർണ്ണമാണ് അവരുടെ പക്കലുള്ളത്. ഇറ്റലി എടുത്ത് നോക്കുകയാണെങ്കിൽ 2,451 ടൺ സ്വർണ്ണമാണ് അവരുടെ കയ്യിലുള്ളത്. ഫ്രാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2,446 ടൺ സ്വർണ്ണമാണ് അവരുടെ കയ്യിലുള്ളത്. റഷ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ 2,336 ടൺ സ്വർണ്ണമാണ് അവരുടെ പക്കലുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ത്യയിൽ എത്രത്തോളം സ്വർണ്ണമാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സ്വർണ്ണമാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പക്കൽ ഇന്ത്യയിൽ RBI വച്ചിട്ടുള്ളത് 879 ടൺ സ്വർണ്ണമാണ്.
അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര കുറഞ്ഞു പോയത്, ഇന്ത്യ ഇത്ര വലിയ രാജ്യമാണ്, ഇത്ര ആളുകൾ സ്വർണ്ണം ഉപയോഗിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് RBIയുടെ കയ്യിൽ ഇത്രയും കുറവ് സ്വർണ്ണം ഇരിക്കുന്നത്? അപ്പോൾ ഈ ഒരു സംശയം എനിക്കും ഉണ്ടായി. അപ്പോൾ ഞാൻ കുറെ റിസർച്ച് ചെയ്തു, എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഇത്രയേറെ സ്വർണ്ണം ഉപയോഗിച്ചിട്ട് ഇത്രയും കുറവ് അളവ്, അതായത് 840 ടൺ മാത്രം സ്വർണ്ണം എന്ന് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചു, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. നമ്മളുടെ രാജ്യത്തെ നമ്മളുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണം മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24,000 ടൺ സ്വർണ്ണമാണ് നമ്മളുടെ നാട്ടിലെ ഓരോ സ്ത്രീകളും ഉപയോഗിക്കുന്ന ആ ഒരു സ്വർണ്ണം മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 24,000 ടൺ. അതായത് നമ്മൾ നോക്കിയ ഓരോ രാജ്യങ്ങളും USA, റഷ്യ, ഇറ്റലി, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെ പക്കലുള്ള സ്വർണത്തിന്റെ കണക്കുകൾ എടുത്ത് നോക്കി. പക്ഷേ നമ്മളുടെ ഇന്ത്യയിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മാത്രം സ്വർണം എടുത്ത് നോക്കിയാൽ അതിനെല്ലാത്തിനേക്കാളും ഇരട്ടിയാണ് നമ്മളുടെ പക്കലിലുള്ള സ്വർണം. അതായത് നമ്മുടെ നാട്ടിലെ ഓരോ സ്ത്രീകളും അത്രത്തോളം അസറ്റ് സ്വന്തമായി കീപ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ വിമൻസിന്റെ, അതായത് സൗത്ത് ഇന്ത്യൻ സ്ത്രീകളുടെ പക്കലാണ് ഏകദേശം 40% സ്വർണവും ഉള്ളത്. അതായത് സൗത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ പക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റായ സ്വർണം ഏറ്റവും കൂടുതലുള്ളത്. സ്വർണം എന്നത് ഒരു കുടുംബത്തിന്റെ അസറ്റ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അസറ്റ് ആണ് സ്വർണം. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വർണം വാങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്, അതൊരു അസറ്റായിട്ട് സൂക്ഷിക്കാം എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ സ്വർണം ആ ഒരു ഗോൾഡ് ആയിട്ട് വാങ്ങുന്നതിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്. സ്വർണം വാങ്ങുന്നതിന്റെ ഡിമാൻഡ്സ് ഓരോ വർഷത്തെയും നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2021 സ്വർണം വാങ്ങുന്നതിന്റെ ഡിമാൻഡ് 610 ടൺസ് ആയിരുന്നു. അതുപോലെ തന്നെ 2022 ആയപ്പോൾ അത് 600 ആയി, 2023 ആയപ്പോൾ 575 ആയി, 2024 ആയപ്പോഴത്തേക്കും അത് 563 ആയി. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഓരോ വർഷം കഴിയുന്തോറും ആളുകൾക്ക് സ്വർണ്ണം വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണോ? അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം സ്വർണത്തിന്റെ വില കൂടുന്നതുകൊണ്ടായിരിക്കും ആരും സ്വർണ്ണം വാങ്ങാൻ പോകാത്തത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്വർണ്ണം വാങ്ങുന്നവരുടെ ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആളുകൾ ഫിസിക്കൽ ഗോൾഡ്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു മാല, കമ്മൽ, ഇത്തരത്തിൽ സ്വർണം വാങ്ങുന്നതിന് പകരം ഗോൾഡ് ETF-ലേക്ക് അവർ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഈ ഒരു സ്വർണം വാങ്ങുന്നതിന് പകരം ആളുകൾ ഗോൾഡ് ETF-ലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളുടെ ചിന്താഗതി മാറിയിരിക്കുകയാണ്. സ്വർണം വാങ്ങിച്ച് വെറുതെ ഇട്ട് ആൾക്കാരെ കാണിക്കുന്നതിന് പകരം സ്വർണം അതൊരു അസറ്റാക്കി മാറ്റുക, അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് നേടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി കാരണം ഗോൾഡ് ETF-ലേക്ക് ആളുകൾ കോടിക്കണക്കിന് സ്വർണമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ വർഷത്തിലും ഡബിൾ ആയിരിക്കുകയാണ്. ഗോൾഡ് ETF-ലേക്ക് ആളുകൾ നിക്ഷേപിക്കുന്നത് ഡബിൾ ആയിരിക്കുകയാണ്. അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2024 28,529 കോടി രൂപയാണ് ആളുകൾ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഫെബ്രുവരി 2025 ആയപ്പോഴത്തേക്കും അത് ഡബിൾ ആയിരിക്കുകയാണ്. 55,677 കോടി രൂപയാണ് ആളുകൾ ETF-ലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഒരു സ്വർണ്ണവില കൂടുന്നതിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങളും കൂടെ ഞാൻ കേട്ടു. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് പോവുകയാണ്, അതുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നത്. ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇടിവ് വരികയാണെങ്കിൽ സ്വർണത്തിന്റെ വില കൂടുന്നു, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില കുറയുന്നു എന്നിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2006 മുതൽ 2024 വരെ രണ്ടും ഒരേ രീതിയിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2004 മുതൽ 2012 വരെയും അതുപോലെ തന്നെ 2019 മുതൽ 2025 വരെയും ഈ ഒരു സ്വർണത്തിന്റെ വില നല്ല രീതിയിൽ കൂടുകയുണ്ടായി, സ്വർണത്തിന് നല്ല രീതിയിൽ വളർച്ചയുണ്ടായി. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റും നല്ല രീതിയിൽ ഉയർന്നു തന്നെയാണ് നിന്നിരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് തമ്മിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴുമ്പോൾ സ്വർണത്തിന്റെ വില കൂടും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടും ഒരേ രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ഡിപ്പെൻഡന്റ് ഒന്നുമല്ല സ്വർണത്തിന്റെ വില കയറ്റം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ സ്വർണം എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, എപ്പോഴും സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും നമുക്ക് സ്വർണത്തിൽ നിന്ന് ഇത്രത്തോളം വലിയൊരു അസറ്റ് കിട്ടില്ല എന്നതിനൊരു എക്സാമ്പിൾ ആണ് 1980 മുതൽ 1989 വരെ, അതുപോലെ തന്നെ 1996 മുതലും 2002 വരെയും, അതുപോലെ തന്നെ 2012 മുതൽ 2019 വരെയും സ്വർണത്തിന് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് സ്വർണം ഒരു റിട്ടേൺസും ലഭിക്കാതെ 0 ആയിരുന്ന സമയവും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ കാലവും സ്വർണത്തിന്റെ വില ഉയർന്ന് നമുക്ക് റിട്ടേൺ ലഭിക്കണമെന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല കാലഘട്ടത്തിലുള്ള ആ ഒരു സ്വർണത്തിന്റെ പ്രൈസിന്റെ അനാലിസിസ് നോക്കി. അപ്പോൾ ചില സമയത്ത് നമുക്ക് കൂടുതൽ റിട്ടേൺ, അതായത് 23%, 30% റിട്ടേൺ സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്നു. ചില സമയത്ത് നമുക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിന് എന്താണ് പരിഹാരം, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ഇൻവെസ്റ്റർ ആയ വാറൻ ബഫറ്റ് ഒരു കാര്യം പറയുകയുണ്ടായി. ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുട്ടകളും കൊണ്ട് ഒരു കവറിൽ ഇടരുത്. ഒരുപക്ഷെ ആ കവർ പൊട്ടി വീഴുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം മുട്ടകൾ നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എഗ്സ് പല പല പാക്കിലായിട്ട്
നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരെണ്ണം വീണ് പൊട്ടിപ്പോയാലും ബാക്കിയുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതായത് ഗോൾഡിന്റെ പ്രൈസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി നിങ്ങളുടെ എല്ലാ പണവും കൊണ്ട് ഗോൾഡിൽ നിക്ഷേപിക്കരുത്. അതുമാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കുമെന്ന് കരുതി എല്ലാ പണവും കൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും അരുത്. നിങ്ങളുടെ കയ്യിലുള്ള പണം ശരിയായി പഠിച്ചതിന് ശേഷം പല രീതിയിൽ സ്വർണ്ണത്തിലും സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് തകർച്ചയുണ്ടായാലും മറ്റൊരു സ്ഥലത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു തകർച്ച ബാലൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുമാത്രമല്ല, ഒരു സ്ഥലത്ത് നിങ്ങളുടെ മുഴുവൻ പണം കൊണ്ട് നിക്ഷേപിക്കാതെ ശരിയായി പഠിച്ചതിന് ശേഷം പല രീതിയിൽ പല സ്ഥലത്ത് നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ഒരെണ്ണം തകർന്നു പോയാലും മറ്റൊന്നിലൂടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില കുറയുമ്പോൾ സ്വർണം വാരികോരി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം സ്വർണം വാങ്ങുക. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ച കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ബോസ് വാല, ബി ദ ബോസ്.